സഫിൻ്റെ ക്രമീകരണം. പുരുഷന്മാർ, ആൺകുട്ടികൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ, ഹുൻസകൾ. അത് എങ്ങനെയാ നിൽക്കേണ്ടത്, എങ്ങനെയാ അവരെല്ലാം വന്നത് എന്നുള്ള നമുക്ക് നോക്കണ്ട. ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണ്ടേ? ആ ഇമാമിന്റെ പിന്നാലെയാണ്, ഇമാമിന്റെ പിന്നിലാണ് ആര്? പുരുഷന്മാർ. വലുവരിക്കാക, അടിമകളായാൽ പോലും അവർക്കാണ് ഏറ്റവും പ്രഥമ സ്ഥാനം പുരുഷൻ എന്ന നിലക്ക്. കമാഹു അല്ലാഹിറുൻ വലുവരിക്കാകാൻ എല്ലാവരും ആരെന്നെയാണ്? ആ പുരുഷന്മാർ എന്ന ആ ഗ്രേഡ് നൽകപ്പെടും. സുമ്മ ഇൻ തമ്മ സഫുഹും വഖഫ ഖൽഫഹും അസ്വിയാൻ. സുമ്മ ഇൻ തമ്മ സഫുഹും, അവരുടെ സഫ് നിറഞ്ഞു കവിഞ്ഞെങ്കിൽ അടുത്ത സഫിൽ ആൺകുട്ടികൾ അവിടെ തന്നെ നിന്നോളണം. ജിൻസിൽപ്പെട്ട ആളായതുകൊണ്ട് പുതിയ രൂപീകരിക്കാൻ എങ്ങനെ അധികാരമില്ല, മാറ്റാനും കഴിയില്ലല്ല. കുട്ടി വന്നാ മാറ്റാനും പറ്റൂല. അത് പറയുന്നുണ്ട്, അത് വേറെ മസാലയാണ്. കണ്ടറിഞ്ഞു നിൽക്കണം. അവരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ. തലിമീങ്ങളാണ്. എന്ത് സയ്യിദാണ്, എന്തായാലും അടുത്ത സഫ് ആൺകുട്ടികൾക്കുള്ളതാണ്. ഖിലാഫല്ലി ദാരിമിയെ അത് എന്ന ഓവർടേക്കിൽ നിന്നാണ് ഖിലാഫ്. അപ്പൊ എന്താണ്? സലാഹിയത്ത്, സിയാദത്ത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം ജാസ്തി ഉണ്ടെങ്കിൽ അവർക്ക് 1ാം റാങ്ക് നൽകണം, ദാരിമി ഇമാം പറഞ്ഞത്. പക്ഷേ പ്രായപൂർത്തി എന്നതാണ് നമ്മൾ വലിയ മാനദണ്ഡമാക്കുന്നത്. അതുകൊണ്ട് പ്രഥമ സ്ഥാനം ആർക്കെന്നെയാണ്? പ്രായപൂർത്തി എത്തിയവർക്ക്. ഏത് സ്ഥാനത്തിലുള്ളവർന്നില്ല. സംശയം ബാക്കിയാണ്. ഫാസിഖീങ്ങളിലും കുട്ടികളിലും എന്താ ചെയ്യേണ്ടത്? മുന്തിക്കണ്ടത്. അമ്മാ ഇദാലം യത്തിമ്മ പൂർണ്ണമായിട്ടില്ല സൊപ്പ്. എന്നാല് ബാക്കി നിൽക്കണം. അമ്മാ ഇദാലം യത്തിമ്മ ഫയുക്കമ്മൽ ബിസിബിയാൻ. എന്താണ് കാരണം? ലിമായത്തി 307 പറഞ്ഞിട്ടുണ്ട്. അന്നഹും മിനൽ ജിൻസിയീൻ. ചെറുതോ വലുതോ എന്നല്ല നോക്കേണ്ടത്. അത് ആ ഇല്ലത്ത് വെച്ചിട്ട് അവരെയും കൂടെ തിരികെ കയറ്റണം. എവിടെ? ഈ അമ്മായിദാലം യത്തിമ്മന്റെ അർത്ഥം എന്താന്ന് അവിടെ ഖിലാഫുണ്ട്. പ്രഥമ ദൃഷ്ടിയിൽ ബ്ലാങ്ക് ഒന്നും ഇല്ല എങ്കിൽ അധികം അവരെ ഉന്തിയിട്ട് അടുപ്പിച്ചിട്ട് കുട്ടിനെ തിരികണ്ട. അങ്ങനെ വേണ്ട. ബ്ലാങ്ക് കാണത്തക്ക രൂപത്തിലുണ്ടെങ്കിൽ അവിടെ ആരെ കയറ്റണം? പക്ഷേ അദ്റൈ ഇമാമിന്റെ മസല അങ്ങനെയല്ല. അദ്റൈ തീവ്രവാദം പൊട്ടിച്ചു, അതിനൊപ്പിച്ച് മൊഹിനി പറയുകയും ചെയ്തു. ഇവരെ അടുത്ത് വലത്ത് ഉന്തിയിട്ട് എന്താക്കണം പോലും? സിബിയാനിനെ കയറ്റണം. അപ്പൊ പരോക്ഷമായിട്ടെങ്കിലും പൂർത്തിയാകാൻ ബാക്കിയുണ്ടെങ്കിൽ നാം. പക്ഷെ ജുമൂർ പറഞ്ഞത് അങ്ങനെയല്ല പോലും. എങ്ങനെയാണ്? കാണത്തക്ക രൂപത്തിൽ ബ്ലാങ്ക് ഉണ്ടെങ്കിൽ ആ ബ്ലാങ്ക് വെച്ചുകൊണ്ട് ആൺകുട്ടികളുടെ സഫ് രൂപീകരിക്കാൻ പാടില്ല. അല്ലേ? ഒരു നിലക്കും പൂർത്തിയായില്ലെങ്കിൽ അദ്റൈ ഇമാമിന്റെ
അപ്പൊ കുറെ കൂടുതൽ ഉത്സാഹിക്കണം പോലും. ഒരു സെഫ് രൂപീകരിക്കാതെ രക്ഷപ്പെടാൻ പരമാവധി ഉത്സാഹിച്ചിട്ട് പിന്നെ അസാധ്യമായി കഴിഞ്ഞാലാണ് രൂപീകരിക്കും. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, കാണത്തക്ക രൂപത്തിലൊന്നും എന്ത് കാണുന്നില്ല, എന്നാ അധികം ഉത്സാഹിക്കൊന്നും വേണ്ട. ഇനിയും സഫുണ്ട്, കാണത്തക്ക രൂപത്തിൽ വിളാങ്കി വെച്ചിട്ട് തുടങ്ങാൻ പറ്റൂല. പിന്നെ കുൻസകളാ നിൽക്കേണ്ടത്. വൈലം യക്മുൽ സഫു മൻഖബലഹു, ആൺകുട്ടികളുടെ അണി പൂർത്തിയായിട്ടില്ലെങ്കിലും അതൊക്കെ വിട്ടേക്ക്. അവിടെ കുൻസകളെ തിരികാൻ പാടില്ല, പുതിയ രൂപീകരിക്കാൻ തന്നെ വേണം. നേരത്തെ റിജാന്റെ അടുത്ത് സുബിയാനെ കയറ്റിയ പോലെ മുമ്പോട്ട് കേട്ടൂല. എല്ലാം കഴിഞ്ഞാൽ സ്ത്രീകൾ എല്ലാം കഴിഞ്ഞാൽ അല്ലേ, സ്ത്രീകളെന്ത് കദാലിക്കാൻ കദാലിക്കാൻ എന്താണ്, അതെ പൂർത്തിയായില്ലെങ്കിലും ശരി, അതെ അത് നമ്മൾ നോക്കണ്ട. പക്ഷെ ഇവിടെ ഒന്ന് ചെറിയ പെണ്ണ് വലിയ പെണ്ണ് എന്ന് വേർതിരിച്ചാ അതും തിരിക്കറാ. അതെ, ആ പറഞ്ഞതിൽ നിന്ന് കിട്ടുന്ന എന്താ അല്ലേ. എന്നിട്ട് 307 രണ്ടാം പരി തീർത്തു പറഞ്ഞു. എന്താണ് അവിടെയും ഒരു ക്രമീകരണം വേണം. എന്ത് വലിയ പെണ്ണ് ചെറിയ പെണ്ണ് കുട്ടികള്, ഈ വലിയവർ തന്നെ യുവതിയും മറ്റേതും പറഞ്ഞിരിക്കില്ല, കുട്ടികള് മുതിർന്നവർ, ആ തർത്തീബ് അവിടെയും വേണം. മുസ്ലിമിന്റെ ഹദീസ് അമൃഗായിബ് ബിതസ്ദീദിന്നൂനി ബഅദൽ യായി യാൽ കളയാനും പറ്റും, അന്നേ തഖ്ഫീഫാക്കൽ നിർബന്ധാവും. വബി ഹദ്ഫിഹാ വതഖ്ഫീഫിന്നൂനി രണ്ട് ലോകത്ത് മാത്രമേ ഉള്ളൂ. മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹാ, അത് രണ്ടും കൂടെ ഒരു എക്സ്പ്രഷനാണ്. ഉലുൽ അഹ്ലാം ഒരു തസ്തികയും വന്നുഹ വേറെയല്ല. അച്ചടക്കമുള്ളവരും ബുദ്ധി സാമർഥ്യമുള്ളവരും എന്നർത്ഥം. അത് മുതിർന്ന ആളെ പറ്റിയാ പറഞ്ഞു. അച്ചടക്കം ജാസ്തി ബുദ്ധി ജാസ്തി, അതെല്ലാം കൂടെ ഒരു തസ്തികയാണ്. അപ്പൊ എങ്ങനെ ഇത് പറയാൻ കാരണം അഹ്ലാം എന്ന് പറഞ്ഞാൽ ഹിൽമുള്ളവർ, അച്ചടക്കം എടുത്തുചാട്ടം കുറഞ്ഞവർ. നുഹ എന്ന് പറഞ്ഞാൽ നുഹിയത്ത്, ബുദ്ധി സാമർഥ്യം. അഹ്ലാമും നുഹയും ഉള്ളതായ വിഭാഗം. അത് ഉണ്ടാകണ്ടെങ്കിൽ ബുലൂഗും വേണം, അഖിലും വേണം, മജ്നൂനാകാൻ പാടില്ല. സുമ്മല്ലദീനയലൂനഹും സുമ്മല്ലദീനയലൂനഹും എന്ന് നബീനാ റസൂലുള്ളാഹി പറഞ്ഞു. സലാസൻ എന്താണ് 3 പ്രാവശ്യം. പിന്നെ അവരോട് അടുത്ത ആള്, പിന്നെ അവരോട് അപ്പൊ ആകെ തസ്തിക എത്രയായി? 4ആയി. ആ അങ്ങനെയാണോ? അല്ല എല്ലാം കൂടി 3 തസ്തിക, ഇനി 2 എണ്ണവും കൂടി. സുമ്മല്ലദീനയലൂനഹും സുമ്മല്ലദീനയലൂനഹും അങ്ങനെ റിവായത്തിൽ തന്നെ അട്ടക്കളിയുണ്ട്. 4ആകുമ്പോൾ 4 എണ്ണി കാട്ടേണ്ടി വരും, 3ആണെങ്കിൽ 3 എണ്ണി കാട്ടണം. ഒന്നാം സപ്പ് കെട്ടുപോലും. അപ്പൊ ഇനി എത്രയേ ഉള്ളൂ? അല്ല ഇനിയും 2. ഇതൊന്നും ബയാനാക്കിയിട്ടില്ലല്ലോ. സുമ്മല്ലദീനയലൂനഹും എന്ന് പറഞ്ഞത് നിങ്ങൾ എണ്ണീര് വർക്കത്താക്ക്. എന്താണ് കാലഹാ സലാസൻ ബിൽ മറത്തിൽ ഊലാ. അലീഷ റാവൽസി ബൈക്ക് 307 ഐ മഴതല്ല ബിഅദ്ദിൽ മറത്തിൽ ഊലാ വാഹിദ, ബിഅദ്ദിൽ മറത്തിൽ ഊലാ വാഹിദ. ഉലുൽ അഹ്ലാമി വന്നുഹ എന്നത് മറത്തുൻ ഊലിയായി എണ്ണ് കണ്ടാ. എന്നിട്ട് അതിന് ലിയനി മിങ്കും ഉലുൽ അഹ്ലാമി 1, സുമ്മല്ലദീനയലൂനഹും സുമ്മല്ലദീനയലൂനഹും കണ്ടാ. അങ്ങനെ പറയാൻ കാരണം നബിതങ്ങളുടെ കാലത്ത് കുന്തങ്ങളെ കണ്ടെത്തിയിട്ടില്ലോ. അങ്ങനെ എണ്ണുമ്പോ ഒട്ടാകെ 3 വേണ്ടു, 3 കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല, പെൺകുട്ടികളെ തന്നെ 2 ആക്കി തിരിക്കണം. അങ്ങനെ ആക്കിയാൽ 4 ആവും, 4 ആക്കാം. വേണ്ട, നബീന റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം പറയുമ്പം ഭാവിയും കൂടെ ദർശിച്ചുകൊണ്ടല്ലേ പറയൂ.
കുട്ടികളിലേക്ക് നോക്കണ്ട അല്ല കുൻസ വരാനുണ്ട് എന്ന് നബിതങ്ങൾക്ക് വേണ്ട പോലെ അറിയ പോലെ ഇൽമുൽ ഗൈബ് കൊണ്ട്. അപ്പൊ അതും കൂടെ ഇബാറത്തിൽ ചേർത്തു എന്നാണ്. അപ്പൊ നാലാക്കലാ കഴിവ് പോലെ ആക്കാം. പിന്നെ പെൺകുട്ടികളെ പിടിച്ചിട്ട് ഉണ്ടാക്കുന്നത് നേരത്തെ ഒരു ആവർത്തനം പോലെ തോന്നും. അങ്ങനെ എണ്ണുന്നെങ്കിൽ അങ്ങനെ അങ്ങനെയും കിട്ടും. അല്ല അന്ന് കുൻസ ഇല്ല. അപ്പൊ നബിതങ്ങൾ കുൻസന്റെ കാര്യം പറഞ്ഞതേ ഇല്ല. അന്ന് കുൻസന്റെ കാര്യമെല്ലാം മുജ്തഹിദീങ്ങളാ ഇമാമിങ്ങളാന്ന് പോലും കണ്ടെത്തിയത്. അങ്ങനെയെല്ലാം വരുമ്പോലും വാഹിദ് പോലെ മാത്രമാണ്. അല്ല കൂർമ്മ ബുദ്ധിയോടുകൂടെ നബിതങ്ങൾ വിശകലനം ചെയ്തെന്ന് വെച്ചൂടെ? ഭാവിയിൽ ഇങ്ങനെ ഒരു കുൻസകൾ വരാനുണ്ട് അല്ലേ? എന്തായാലും പിടിച്ചു നീക്കാൻ യാതൊരു അധികാരമില്ല. അത് വലിയ നാണം കടത്തലാണ് പോലും മുറാദ്. സിബിയാനിനെ പിടിച്ചു മാറ്റാൻ അധികാരമില്ല. അൽ ബാലിഗീന ലിബാലിഗീന ആർക്ക് വേണ്ടി? എപ്പോ ഹദറുബൈദ സിബിയാൻ വലിയ കബലെ ഏറാമി സിബിയാൻ നിന്നാളെ പിടിച്ച് ആട്ടാൻ പറ്റോ? അല്ല, അന്നേരം വലിയ ആളെ പിടിച്ചു നിന്നണം പോലും. അന്നേരം ചോദ്യം വരും. അങ്ങനെ തലച്ചോറുള്ളവനാണെങ്കിൽ കുട്ടികൾ സ്ഥലം പിടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വരാലോ. നിങ്ങൾക്ക് ബുദ്ധി വേണ്ടത്. നിങ്ങളെന്തിനും കുട്ടികൾ വരുന്നവരെ വൈകി നിന്നെന്തിന് താഞ്ഞു കാട്ടി? അപ്പൊ ജാഗ്രത ഇല്ലാന്നല്ലേ ആ പാഠം പഠിപ്പിക്കലാ മുറാദ് പോലും. അന്ന് ജിൻസൊത്ത് എന്നുള്ള കാരണം കൈ കെട്ടിയെടുത്തുനിന്ന് പുറത്താക്കൽ എങ്ങനെയില്ല. അത് പെണ്ണുങ്ങളെടുത്തുണ്ട്. കൈ കെട്ടിയെടുത്തുനിന്ന് തന്നെ ഒന്നിച്ച് അങ്ങോട്ടാക്കിയിട്ട് മറ്റൊരു വിഭാഗത്തെ കയറ്റലുണ്ട്. അത് ഇവിടെ എങ്ങനെയില്ല. അടിക്കല് സുന്നത്ത് വുജൂബുണ്ട്. അല്ല സുന്നത്ത് ലിത്തിഹാദി ജിൻസിയും ബിഖിലാഫി മന്നതാവും. മറ്റുള്ള ആൾ എന്തായാലും നീക്കണം. അർഹതപ്പെട്ട ആൾ വന്നാൽ ലിഖ്തിലാഫിഹി. അത് വലവുവേദൽ ഇഹ്റാമീന്നാണ്. എന്താണ്? അതെ, പുരുഷന്മാർ വന്നത് സ്ത്രീകളുടെ നമസ്കാരത്തിന് നടുവിൽ വെച്ചാണ്. എന്നാലും ഉറാത്ത് കുൻസ പെണ്ണ് ഓരെല്ലാം എന്താക്കണം? ലൗലം യാദുമിയാലി പുരുഷന്മാരെത്തിയില്ലേ പെണ്ണും കയ്യും കിട്ടി. അവരെന്താക്കേണ്ടി മേക്കോട്ടടിക്കണം അല്ലേ? ചിത്രത്ത് വലാത്ത മുക്തില നമസ്കാരം ബാക്കിലാകാത്ത രൂപത്തിൽ ഏറാമിന്റെ ശേഷമായാലും പുറകോട്ടടിപ്പിക്കണം എന്നാണ്. ആൺകുട്ടികളെ പിടിച്ച് പുറത്താക്കുന്ന പദ്ധതിയേ ഇല്ല പോലും. കയറ്റം തട്ടേ വേണ്ടി പോലും ഈ വെയ്യ വന്നാളെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് കുട്ടികളിൽ നിന്ന് സപ്പ് ഭംഗിയിൽ കെട്ടി. അപ്പം വലിയ മൂത്തവൻ വന്നിട്ട് വരുന്നത് ഇങ്ങോട്ട് അടങ്ങാറാണ്. അന്നേരം കത്തി പുസ്തകം കാണിച്ചു കൊടുത്ത് ഈ വന്നാളെ സിക്ക് തട്ടിയിട്ടതിലേക്ക് ഇപ്പം അല്ല വരേണ്ടത് എന്ന്. വിളങ്ങിയ ആളാന്ന് നേരത്തെ വരണം കേട്ടാ. വൈസന്നു അല്ലായ സീതമാ വൈന കുല്ലി സഫൈനി വല്ലഫലി വല്ലിമാമി സലാസലാസത്തി അത് പോയി. ഇമാം ജമാഅത്തിന്റെ പൊതു നിയമം എന്താ? വൈസന്നു അല്ലായ സീത മാ ബൈന കുല്ലി സഫൈനി. അതുപോലെ വല്ലഫലി വല്ലിമാമി 3 മുഴത്തിനേക്കാണ് കയറിപ്പോകണ്ട. 1 മീറ്റർ 38 CM 46 CM. ഒരു ദിറാവ് 46. അപ്പൊ 1.38. അതിനേക്കാണ് ലെവലേശം കൂടാൻ പാടില്ല. അംഗീകരിക്കൂല പിന്നെ സഫായിട്ട്. മത്താക്കാന ബൈന സഫൈനി. അവിടെ ബൈന സഫൈനി എന്ന് പറഞ്ഞത് ഇതല്ല. അല്ലെങ്കിൽ അവലായ സഫിന്റെ ഇമാമിന്റെ ഇടയിലായാലും ശരി ഏറിപ്പോയി. സലാസത്ത് അദുറുവിനേക്കാണ വല്ലതും ഏറിയാൽ കുരിഹലിദാഖിലീന. ഇനി കയറി വരുന്നവർക്ക് കറാഹത്താണ്. അയ്യസ്തഫു മഅൽ മുതാഖിരീൻ. അടുത്ത വേച്ചിൽ കൈകെട്ടലി അവർക്ക് അനുവാദമാവോ? ഇവർ ചെയ്ത പാപത്തിന് തിരിച്ചു കൊടുക്കണ്ടേ? ഇവർ ഏതായാലും ചെയ്ത് ആ കള്ളന്മാരിൽ ഞമ്മ കൂടല. അപ്പോൾ എന്ത് വേണം? അല്ലെങ്കിൽ മുമ്പിൽ ഞമ്മ ഉണ്ടാക്കണം. ഞമ്മക്ക് കൈ കെട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ കെട്ടി കാണിക്കണം പോലും. എന്നിട്ട് 1ാം സഫിന്റെ റാങ്ക് ഓർമ്മ കൊണ്ട് പോകും. കണ്ടാ പാഠം പഠിപ്പിക്കണം.
ഫയലു ഇനി ഇതേ രൂപത്തിൽ ബേക്കിൽ കൈ കട്ടിയാൽ മുന്നിൽ എന്തില്ലാണ്ട് സഫ് അടുപ്പിച്ച് നിർത്താണ്ട് ലം യുഹസിലു ഫളീലത്തുൽ ജമാഅത്തി നേടൂല. നേടുന്ന കിട്ടിയ ഖാളി എന്ന് പറഞ്ഞാൽ ഖാളി ഹുസൈൻ ഇലാ ഹദ്റത്തിൽ ഖാളി വൽ ഖാളിയൈൻ അശ്ശൈഖ് വശ്ശൈഖൈൻ ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ. ഇന്റർനാഷണൽ ഖാളി ഷാഫി മദ്ഹബിലുള്ള ഖാളി ഹുസൈൻ. അലലിത്തിലാഖ് പറഞ്ഞാൽ ഖാളി അയ്യാദാണ്. മാലിക്കി മദ്ഹബിലുള്ള വേൾഡിൽ ഫിഖിൽ ഖാളി അല്ല ഖാളി ഹുസൈൻ. ഷാഫി മദ്ഹബിൽ മാലിക്കിൽ ഖാളി അയ്യാദുണ്ട്. ഓരാന്ന് അലലിത്തിലാഖ് ഖാളി. ഖാളിന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞാൽ ബൈളാവിയാണ്. ഉലുൽ അൽബാബി ലം യഅ്തു ബികശ്ഫി ഖിനാഇ മാ യുത്ല വലാകിൻ കാന ലിൽ ഖാളി യദും ബൈളാഉ ലാ തബ്ലാ. തഫ്സീർ എഴുതിയിട്ട് ആരും ഗുണം പിടിച്ചിട്ടില്ല. ഖാളിയാറാന്ന് എഴുതി നോക്കുമ്പോഴേക്ക് കോരാനും വാരാനും സൗകര്യപ്പെട്ടു. അതിൻ്റെ പുറത്തന്നെ ഉണ്ട് ഉലുൽ അൽബാബി ലം യഅ്തു ബികശ്ഫി ഖിനാഇ മാ യുത്ല വലാകിൻ കാന ലിൽ ഖാളി യദും ബൈളാഉ ലാ തബ്ലാ. ഒരിക്കലും നിർമ്മാത കയ്യാരിക്കാവുള്ളത് ഖാളി അബൂബക്കർ ബാഖിലാനി വേറെ ഉണ്ട്. കുറേ ഖാളി ഉണ്ട്. എന്താ പറഞ്ഞത്? ലൗ കാന ബൈനൽ ഇമാമി വമൻ ഖൽഫഹു അക്സറ മിൻ സലാസതി അദ്റുഇൻ ഫഖദ് ളയ്യഉ ഹുഖൂഖഹു ഫലിത്തഖീരീന അൽഇസ്തിഫാഫു ബൈനഹുമാ. വൈല്ലാ കുരിഹ ലഹും. ഇതേ ലെവലിൽ തന്നെ കെട്ടിയാൽ വരും. ആ മുൻഗാമികൾക്ക് കിട്ടിയ കറാഹത്തായിരിക്കും കിട്ടും. ജമാഅത്തിന്റെ പ്രതിഫലം ഇല്ലാണ്ടാവും. ഇങ്ങനെ നിൽക്കാനിടൊന്നും കഴിയൂല. ഒന്നിക്കലും അവർ ഒന്നിട്ടടുപ്പിക്ക് അല്ല സ്ഥലം കിട്ടിയല്ലോ. ആ എന്നിട്ട് അവസാനത്തെ ആ സഫിന്റെ 3 വളത്തിന്റെ ഉള്ളിലായിട്ട് വരുന്ന കൈ കെട്ടണം. അല്ലെങ്കിൽ എന്താക്കി തിരികെ കയറി നല്ല വിളാങ്ക് ഉണ്ടെങ്കിൽ അവിടെ കൈ കെട്ടി കാണിച്ചു കൊടുക്കണം. ആ അപ്പൊ നേരെ മധ്യത്തിൽ കെട്ടിയേക്കല്. അപ്പൊ എന്താവും? 1ാം സഫിന്റെ റാങ്കെല്ലാം അവർ കൊണ്ടുപോയി. അപ്പൊ ബേക്കിലുള്ള മുഖത്ത് കൈ വെക്കും. പെണ്ണുങ്ങൾക്ക് പറഞ്ഞല്ലോ അല്ലല്ല 3 മുഴത്തിനേക്കാൾ ഉള്ളിലാവണമെന്നില്ല. പെണ്ണുങ്ങളെ മാത്രം ജമാഅത്താണെങ്കിൽ വേണോ? അല്ല പെണ്ണുങ്ങാണെങ്കിൽ അധികരിക്കലല്ലേ നല്ലത്. ആ ഇത്ര പേർക്കോട്ടെ പ്രശ്നമില്ല. പുരുഷന്മാരുടെ സഫിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ആ അടുക്കുന്ന തര നന്നാകല. അത് പുരുഷന്മാരെ മാമ ബേക്കിലുള്ളത് മുഴുവൻ ആര്? എന്താണ് എല്ലാ സഫിന്റെയും ഏറ്റവും കാതലായ ഭാഗം ഏതാണ്? അത് ശരിയല്ല. അത് ബിന്നിസ്ബത്തിൽ യസാറാണ്. കാരണം ഖൽഫൽ-ഇമാമാണ്. അതാണ് ന്യൂക്ലിയസ്. അവിടുന്നാണ് ഖൈർ വിതരണം ചെയ്യൽ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ്. എങ്ങനെ ബേക്കിൽ നിന്നാക്കി തുടങ്ങും. എന്നിട്ട് 1, 2, 3, 4 അങ്ങനെ റൈറ്റ് ഹാൻഡ് വിതരണം ചെയ്യും. എന്നിട്ട് തിരിച്ചിട്ട് കേന്ദ്രത്തിലേക്ക് മടങ്ങി വരും. എന്നിട്ട് അടുത്തിലേക്ക് പോകും. അതുകൊണ്ട് പറയുന്നത് നേരെ പിന്നിലുള്ള റാങ്ക് ഒന്ന് പറയാറ്. ബെൽറ്റ് നിൽക്കേണ്ടി വന്നവർക്ക് നേരെ പിന്നിൽ നിൽക്കാൻ കിട്ടിയ ആ ചാൻസിന് എത്ര ആവില്ല. 2 കേന്ദ്രടല്ലേ കിട്ടും. കേന്ദ്രത്തിൽ നിന്ന് സപ്ലിമെന്റ് വെൽത്ത് അങ്ങോട്ട്, പിന്നെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക്. അപ്പൊ എല്ലാ ഇന്ത്യയും ഏറ്റവും വലിയ മർക്കസ് ഏതാ? അപ്പൊ അങ്ങനെ വെക്കണം എന്നാണ്. പിന്നെ മദ്യം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വെൽത്ത് ഒരാളടുത്ത് അങ്ങനെ ബാലൻസ് ഒപ്പിക്കല് സുന്നത്തുണ്ട്. അല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂലി പോയി പോകും. വെൽത്തല്ലേ പോലീസാന്ന് വിചാരിച്ചിട്ട് യസാർ തള്ളിയിട്ട് വെൽത്ത് ഓവർലോഡ് ആക്കലും ചെയ്തല്ല. ആ സമയത്ത് എടുത്തു നിന്നാക്കാൻ കൂലി കിട്ടുന്നത്. തവസ് അല്ല വന്നു കഴിഞ്ഞാലും തന്നെ ഇപ്പൊ ഇവിടെ മൗജൂദിൽ നിന്ന്
ഭാഗം നിർണയിക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒന്നിക്കൽ വലത്തേക്ക് പോകാൻ കഴിയും, അഡീഷനായിട്ട് എല്ലാം എടുത്ത് പോകാൻ കഴിയും. എന്നാൽ വലത്ത് നല്ലത്. ബാലൻസ് ഇപ്പൊ ഒത്തിട്ടുണ്ട്. ഇനി ആള് വന്നോണ്ടുണ്ട്. നമ്മ ഇങ്ങോട്ട് പോയെന്നെങ്കിൽ വേറൊരാൾ അങ്ങോട്ട് പോകും, വലുത് പിടിക്കണം. അങ്ങനെയാണ്. അല്ലാണ്ട് ബാലൻസ് ഒപ്പിക്കാണ്ട് ഇവിടെ ഒരാളും അപ്പുറം നാലാളും അങ്ങനെ പറ്റോ? വെൽത്തല്ലേ വേണ്ടി ഓവർലോഡ് ആവൂലേ? ട്രെയിൻ മോഡലാവുമല്ല, ഡ്രൈവർ പിടി അങ്ങ് മധ്യത്തിലാകണ്ടേ. വസിത്തുൽ ഇമാമെന്നല്ലേ ഇമാമിനെ നടുക്കാക്കുക എന്ന് പറഞ്ഞാൽ. അവിടുത്തെ അർത്ഥം എന്താ? ഉയരം കൂടാണ്ട് നിൽക്കണം എന്നല്ല, ഇമാമ നടുക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ 2 റിവായത്തുണ്ട്. വസിത്തുൽ ഇമാമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമാമിന്റെ അടുത്തും വലത്തും ഒരേ നീളമാണ് സഫിന് കാണാവൂ. അത് അണികളുടെ എണ്ണം കൊണ്ടല്ല, പോലും നെഞ്ചു വീതി കൊണ്ട്. എണ്ണം കൊണ്ടല്ല. ആ മെല്ലിച്ച 4 ആൾ ഇപ്പുറം, തടിയനായ 2 ആള് അല്ലെങ്കിൽ ഒരാൾ അപ്പുറം നിന്നാൽ മതി. ദൂരം കൊണ്ട് അളന്ന് നോക്കുമ്പോ എന്താകണം? ഒരേപോലെ ആകണം. ഒന്ന് ലെവലേഷൻ എന്താകാൻ പാടില്ല, മാറ്റം ഉണ്ടാകേണ്ട ഗതികേട് വന്നാൽ തന്നെ ഇമാമ് ഇടത്തോട്ടേക്ക് അല്പം തെറ്റി നിൽക്കണം പോലും. ഒത്ത നടുവിൽ നിൽക്കാൻ യാതൊരു മാർഗവുമില്ല. ഒന്നിക്ക് വലത്തോട്ടാവും, അല്ലെങ്കിൽ ഇടത്തോട്ട്. എന്നാ ഇമാമ് ചായ ഉണ്ടത് എങ്ങോട്ടാ? ഇടത്തോട്ട്. എന്നാ വലത്തെ സഫ് കുറച്ച് അധികമായില്ല. ഇടത്തെ സഫ് വലുതാകുന്നതിനേക്കാണ് ഖൈർ തന്നെയല്ലേ? മനസ്സിലായ? ഇറങ്ങി നിന്നാൽ ഇപ്പൊ സെൻട്രലിൽ നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഗതികെട്ട് കഴിഞ്ഞാലാ പറയും. ഒറ്റ സെന്റർ എടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഇങ്ങോട്ടേക്ക്, അന്നേരം ഇങ്ങ് കുറച്ചധികവും ഇങ്ങ് കുറച്ച് കുറവോ പ്രശ്നമില്ല. വസീത്തുൽ ഇമാമ ശരിക്കും നോക്കേണ്ടത് എവിടെയാന്ന? ജനാസ നമസ്കാരത്തിൽ വസീത്തുൽ ഇമാമ തെറ്റുന്നുണ്ട്. അധികം ആൾ പഠിച്ചിട്ടില്ല. എവിടെ ഇമാമ കൈകെട്ടുന്നു? തലക്ക് നേരെ. അപ്പൊ മെയ്യത്തിനെ കൊണ്ടേക്കുന്ന അവിടെ നടുക്ക് വെക്കും. അപ്പൊ മധ്യ ഈ മേറാവിന്റെ നേരെ തലതീരണ്ടേ, എന്നാലല്ലേ ഇമാം കൂടെ നിൽക്കല്. നേരെ മറിച്ച് മയ്യത്ത് കൊണ്ടേക്കുന്ന തല മിമ്പറിന്റെ അടുത്തേക്ക് എത്തുന്നത് അങ്ങോട്ടേക്ക് തള്ളിയിട്ട മയ്യത്തിന്റെ മധ്യം മേറാവോ നേരെയായി പോന്നു. അങ്ങനെ എന്താ തകരാറ്? ഇമാം മയ്യത്ത് കൃത്യമായിട്ടാ കടന്നത്. ആ എന്നിട്ടോ ഇമാമ് വലത്തോട്ടാവും. അപ്പൊ നീളം കൂടുതൽ കാണാം ജനാസന്റെ നമസ്കാരത്തിന്. അത് ചിന്തിക്കാതെ ആകാം. അപ്പൊ ജനാസ കൊണ്ടേക്കുമ്പോൾ നല്ല വീക്ഷണം പോണം. ഇമാമിന്റെ ആ തലന്റെ പോയിന്റ് ആയിരിക്കണം മേറാബിന്റെ സെന്റർ. അങ്ങോട്ട് മിമ്പറിന്റെ അടുത്തേക്ക് എത്താൻ പാടില്ല, കട്ടിലെ പിടിച്ച് ഇങ്ങോട്ടാക്കണം. എന്നാൽ ഇവിടെ ഇമാം വെക്കൂ. ഇവിടെ ഇമാം നിന്നാൽ സഫുകാർക്ക് തുല്യം വേണ്ടേ? അത് ഖഫിയായ ഇമാം എന്നാണ്. അറിഞ്ഞില്ലേ? കൗലു ജമ്മീൻ, ഒരു ജമ്മീന്റെ കൗലി മമ്പിസാനി അവിൽ യസാരി, 2ാം സഫിലുള്ള ആള് അല്ലെങ്കിൽ അടുത്തുള്ള ആള്. എങ്ങനെയുള്ള 2ാം സഫിലുള്ള ആള്, എങ്ങനെയുള്ള അടുത്തുള്ള ആള്? യസ്മഉൽ ഇമാമ വയറ അഫ്അലഹു, എങ്കിൽ അഫ്ളലു, അതാണ് പോലും ഖൈർ മിമ്മൻ ബിൽ അവ്വലി അവിൽ യമീനി. ഈ ഖൈർ നേടാതെ രൂപത്തിൽ യമീനായിട്ടുണ്ട്, അവ്വലായിട്ടുണ്ട്. ഈ പറയുന്ന മനസ്സിലാക്കുന്നു. കൗലു ജമ്മി എന്ന് പറഞ്ഞാൽ 2ാം നമ്പർ കൗലാണ്. എന്ത്? 2ാം സഫിലുള്ള ഒരാളാകുന്നത് അവിൽ യസാരി. എന്താ എനിക്കെല്ലാം ശ്രേഷ്ഠത എന്താ? കേൾക്കുന്നുണ്ട്. ശരി. ഇമാമിനെ ഒറിജിനൽ കാണുന്നുണ്ട്. എന്നാൽ അതാണ് ഖൈറ്. എന്തില്ലാതെ ഇമാമിനെ കേൾക്കുകയോ കാണുകയോ ആളെ കാണിയോ ഇത് കിട്ടാതെ പരിശ്രമിക്കേണ്ടി വരും. ഇതല്ലേ കിട്ടേണ്ടത്. അതിനെന്താ ഒരു ന്യായം പറഞ്ഞത്? അത് മർദൂദാണ്. ആ വാദം ശരിയല്ല. എന്തേ? അവലിലും യമീനിലും ഉണ്ട് സലാത്തില്ലാഹി തആല വ മലായികതിഹി അലാ അഹ്ലിഹിമ. എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ സഫിൽ അവൽ.
അല്ലാഹു തആലയും മലക്കുകളും ആശീർവദിക്കുന്നുണ്ട്. ആർക്ക്? കമാ സഹ. അങ്ങനെ ഹദീസ് ഉണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ അസ്സ വജല്ല വ മലായികതഹു യുസല്ലൂന അല സുഫൂഫിൽ ഉവൽ. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഹക്കീം, അബൂ ദാവൂദ്, നസായി. ആയിഷ ബീവി പറയുന്നു നബിയുനാ റസൂലുള്ളാഹി, സ്വീകാര്യോഗ്യമായ ഹദീസാണ്. ആദ്യം പറഞ്ഞത് സഫുൽ അവ്വലിന്റെ ഇന്നല്ലാഹ അസ്സ വജല്ല വ മലായികതഹു യുസല്ലൂന അല സുഫൂഫിൽ ഉവൽ. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഹക്കീം, അബൂ ദാവൂദ്, നസായി. ആയിഷ ബീവി പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലാ മയാമി സുഫൂഫ്. ഇബ്നു ഹിബ്ബാൻ, അബൂ ദാവൂദ്, ഇബ്നു മാജ. അപ്പൊ നേടാനുള്ളത് ഇടിയില്ലേ? ഇത് ദാത്തിയായ ഗുണമല്ലേ? മക്കാന അപ്പൊ എന്തായി ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ട് അല്ലേ? എന്ത് കേട്ടിട്ടില്ലെങ്കിലും എന്നാലും ഏതെന്നെ വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഇവിടെ നേട്ടങ്ങൾ പറഞ്ഞോ, അതിനെ മറികടക്കേണ്ട ഗുണം എവിടെ വന്ന്? ഇന്നല്ലാഹു മലായികത്തു എന്ന് പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന പദവിയാ കൊടുത്തത്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി സൂറത്തുൽ അഹ്സാബ് 56. പിന്നെ ഇമാമിന്റെ ശബ്ദം നേർക്ക് കിട്ടും പോലും, അല്ലെങ്കിൽ തസ്ബീഹ് പറയും പോലും. ഇങ്ങനെയല്ലോ എന്തല്ലോ വ്യാജം പറഞ്ഞിട്ട് അടുത്തോട്ട് ഭയം പാടണ്ട. പിന്നെ ഇതേ പ്രകാരം തന്നെയാണ് എന്ത് ഫിൽ അവ്വലി. ഇതേ പ്രകാരം വേറെയും മറ്റം അവലിലുണ്ട് ഖുശൂഅ് നിറവേറി കിട്ടൽ. മാലൈസ ഫിസാനി. അവലിലുള്ളവർക്ക് നല്ല എപ്പോഴും ഫ്രഷ്നെസ് ആണെന്ന് പറയും. എന്ത് ലിസ്റ്റിഗാലിഹിം ബിമൻ അമാമഹു. രണ്ടാം സഫുകാർ ആരെ ചന്തി നോക്കി പോവും. മുന്നിലിട്ടാളെ ട്രൗസർ, മുന്നിലിട്ടാളെ എന്തെല്ലോ നോക്കിയിട്ട് അങ്ങനെ ചിന്ത പോകും പോലും. ഇതായിരിക്കും വരൂല. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ ആത്മാവല്ലേ, അതല്ലേ വേണ്ടത്. നിങ്ങൾ എന്തെല്ലോ നാടാ രണ്ടാം സഫിൽ നിന്നാ ശബ്ദം കേൾക്ക, ഇമാമിനെ കാണാ എന്നെല്ലാം പറഞ്ഞില്ലേ, അതിനെല്ലാം മറികടന്നില്ലേ. അപ്പൊ ഈ ഒന്നാം സഫ് എന്ന് പറഞ്ഞതും ഈ വലഭാഗം എന്നെല്ലാം പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഉണ്ടാൻ പാടണ്ട എന്ന് മാത്രവുമല്ല എന്ന് മാത്രമല്ല 10,000 കോടി ഫളീലത്തുള്ളതല്ലേ മസ്ജിദുൽ ഹറാം. 10 ലക്ഷം ഫളീലത്തുള്ളതല്ലേ മസ്ജിദുൻ നബവി. അവിടെ ആയിരുന്നാൽ പോലും ഞാലിയിൽ സ്ഥലം കിട്ടുമെങ്കിൽ എവിടെയാ വേണ്ടത്? ഒന്നാം സഫ് എന്ന് പറഞ്ഞത് ഞാലിയായി മണ്ണിയിട്ടുണ്ട് മണ്ഡപത്തിന്റെ പുറത്ത്. മസ്ജിദുൽ ഹറാം കിട്ടുന്നില്ല, മോക്കുപ്പായ സ്ഥലം തുറന്നു വെച്ചാൽ ഞാലിയ കിട്ടുന്നു. നാടിയും മുണ്ട് വിരിച്ചിട്ട് സഫ് കൈ കെട്ടണോ? ഒന്നാം സഫിന്റെ ബാക്കിയാന്ന് പോലും. ഒന്നാം സഫിന് അതും അതുമില്ല, മണ്ഡപം മാത്ര സഫ്. പറഞ്ഞ മനസ്സിലായ? പുറത്ത് വിരിച്ചിട്ട് അപ്പുറത്തേക്ക് പള്ളി അല്ലെങ്കിലും ശരി ആടുന്ന കൈ കെട്ടേണ്ടത് പോലും. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ഈ പള്ളിനുള്ളിൽ കിട്ടൂ. ചിന്തിക്കറ എങ്ങനെ 10 കിലോമീറ്ററുണ്ടല്ലോ. ഒന്നാം സഫ് ഉള്ളിൽ പള്ളിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പുറത്ത് ടോയ്ലറ്റിട്ടെങ്കിലും ഒന്നാം സഫ് വാതിലിന്റെ അപ്പുറത്ത് എടുത്തും വലത്തും കിട്ടൂലേ. അത് സാധാരണ കോലായി മാത്രല്ലേ, എന്നാലും സഫിൻ തന്നെ എണ്ണിയത്. അതും പൂർത്തിയായാലും അടുത്ത രൂപ ഇരിക്കാവൂ. ഒന്നാം സഫ് എന്നാ പേര്. അല്ല ചില ആൾ വിചാരിക്കും ഈ അകത്തുള്ള മാത്രം സഫ്, ഇതിൻ്റെ ഉള്ളിൽ മാത്രം കൈ കെട്ടേണ്ടതെന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണോ, അവിടെ ലോക്ക് ഇട്ടോളണം. ട്രാൻസ്പോർട്ടേഷൻ നിർത്തിയ ഇതിനുള്ളിൽ മാത്രം കെട്ടാം, ഇല്ലെങ്കിൽ സഫ് പൂർത്തിയാകാണ്ട് കെട്ടിയാളാവും. അവർ പ്രാധാന്യം നൽകിയില്ലേ ഒന്നാം സഫിന്. അലാമിൻ ബിർറൗദത്തിൽ കരീമ, റൗള ഷരീഫിൽ ഇരിക്കുന്ന ആളേക്കാണ്. മാബൈന മിമ്പരി ബൈത്തി വ മിമ്പരി റൗദത്തും മിൻ റിയാദ്. അത് പള്ളിയിലുള്ളിൽ അവരെ കാണി അത് കിട്ടൂ. രണ്ടാം സഫിൽ നിന്നാ കിട്ടും റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്നാൽ പോലും അതല്ല വേണ്ടത്. എന്താ വേണ്ടത്?
ഒന്നാം സഫ് പുറത്ത് ഞാനീരി പറഞ്ഞ മനസ്സിലായ പള്ളിയിലെ വാതിലെല്ലാം തുറന്നു വെച്ച് എന്നിട്ട് പുറത്ത് ഇനിയും ഒന്നാം സഫ് കിട്ടുമെങ്കിൽ അങ്ങോട്ട് പിരിച്ച് നിക്കണം പറഞ്ഞിട്ടുണ്ട്. ആ റൗള ഷരീഫ് നഷ്ടപ്പെട്ട റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന പോയിന്റ് നഷ്ടപ്പെട്ടാൽ പോലും അങ്ങനെ നിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വൈൻ ഖുൽനാ ബില്ലസഹി അന്നൽ മുളാഫത തഖ്തസു ബി മസ്ജിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ അസലിയായ ആ കാലത്തുള്ള പള്ളിയിൽ മാത്രമേ 10 ലക്ഷം കിട്ടുള്ളൂ. വലിയ കൂട്ടിക്കെട്ടിയതിന് കിട്ടൂല പറഞ്ഞാലും ശരി. അപ്പൊ അതെ ഇവിടെ മാത്രമേ കിട്ടൂ, ഇതിന്റെ പുറത്തായാൽ കിട്ടൂല. അതുകൊണ്ട് ഇതിനുള്ള 2ാം സഫിലേക്ക് ഇവിടെ വരണോന്നാ കിട്ടണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണോ? മസ്ജിദ് നബവി ഉണ്ടല്ല എത്രയോ 10 മടങ്ങ് 100 മടങ്ങ് എന്താക്കിയിട്ടുണ്ട്, വലുതാക്കി. അവിടെ നിന്ന് എന്ത് കിട്ടൂല, 10 ലക്ഷം കിട്ടൂല. കിട്ടണ്ടെങ്കിൽ ഇവിടെ തന്നെ മടങ്ങി വരണോ? 2ാം സഫില് 3ാം സഫില് വരണോ? എന്നാലേ ഏത് കിട്ടൂ? പിന്നെ കൂട്ടിയെടുത്തെല്ലാം കിട്ടും എന്നുള്ള കീഴ പിടിക്കുന്നെങ്കിൽ ആ പുറത്തുനിന്നാക്കും കിട്ടിയില്ലേ? ഇത് മൊത്ത മദർച്ചൻസാ പറയും 10 ലക്ഷം മുടങ്ങിയാലും ശരി മുടങ്ങിക്കോട്ടെ, അതിനേക്കാണ് അധികം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? 1ാം സഫ് കൊണ്ട് ശരിയായില്ല. നിങ്ങൾക്ക് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂട്ടിയെടുത്തിട്ട് ഹറമ് തീരോളം കൂട്ടിയെടുത്താലും മസ്ജിദുൽ ഹറാമിന്റെ ഫളീലത്ത് കുറയില്ല, 10,000 കോടി. അതേ സമയത്ത് നബി തങ്ങളുടെ കാലത്തുള്ള ആ പള്ളി